എന്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ പലപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലരുടെയും കേസിൽ നമുക്കൊരു പുതിയ ടെക്നിക്കോ അല്ലെങ്കിൽ തെറാപ്പീസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാറില്ല. കാരണം ചില ആളുകൾ വരുന്നത് അവർക്ക് അനേക കാര്യങ്ങൾ പറയാനുണ്ട്, അവരെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. അതായത് അവരുടെ ചുറ്റും ആളുകൾ കാണും, പ്രിയപ്പെട്ടവർ കാണും, വേണ്ടപ്പെട്ടവർ കാണും, ഫ്രണ്ട്സ് ഒക്കെ കാണും. പക്ഷെ മുൻവിധികളില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ, കളിയാക്കലുകളില്ലാതെ, തിരുത്തലുകളില്ലാതെ അവരെ കേൾക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നങ്ങൾ. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെ മണിക്കൂറുകൾ കേട്ടിരുന്ന കേസസ് ഉണ്ട്. അവരെല്ലാരും പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ചിലപ്പം റിപ്പീറ്റഡ് ആയിരിക്കാം, ചിലപ്പം വളരെ പണ്ട് തൊട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിക്കുമ്പോൾ ഉള്ള ട്രിഗറിങ്ങും അതിന്റെ പ്രശ്നങ്ങളായിരിക്കാം. ഇതൊക്കെ തുറന്ന് പറയും തോറും അവരൊരു റിയലൈസേഷൻ എത്തണം. ഉള്ളിലിങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന അനേക വേദനകളും ചിന്തകളും എല്ലാം ഇങ്ങനെ ചുറ്റിപ്പിടഞ്ഞു കിടക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് കഴിയില്ല. ഇത് തുറന്നു പറഞ്ഞതിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങളിൽ നിന്ന് റിലീഫ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട്. കാരണം ഇവര് തുറന്നു പറയും തോറും ഒരു പക്ഷെ ഇവര് മറ്റൊരാളാണ് പ്രശ്നക്കാര്, അവരെങ്ങനാണെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. പക്ഷെ കുറേയേറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞു വരുമ്പോൾ അവരിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് പല കേസസിലും. ശരിക്കും അവരൊക്കെ ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ ചിന്തിച്ചതാണ് പ്രശ്നം, അല്ലെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തതായിരുന്നു പ്രശ്നം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പലരും എത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അവരിൽ തന്നെയുള്ള ഒരു പ്രതിവിധി ഉണ്ടെന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയാണ്. അവിടെയാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ശരിക്കും അവർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നുള്ളൊരു കാര്യം. ഇനി ചിലരെ സംബന്ധിച്ച് അവർ സെലക്റ്റീവാണ്. ഇന്നയാള് കേൾക്കണം, അല്ലെ ഇന്നയാളോട് മാത്രമേ എനിക്ക് പറഞ്ഞാൽ റിലീഫ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് സെലക്റ്റീവ് ആയിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കതിന് പറ്റുന്നില്ലാതെ, അല്ലെ അവർക്കത് പറ്റാതെ പോകുമ്പോൾ വളരെയധികം മാനസികമായിട്ട് തകർന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പലപ്പോഴും പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, പിരിമുറുക്കങ്ങളുണ്ടാകും. ഒരുപക്ഷെ തുറന്നു പറഞ്ഞില്ല എന്നതുകൊണ്ട് അവർ സ്ട്രോങ് ആണെന്നല്ല. പലപ്പോഴും ഒരുപക്ഷെ അവർക്ക് തുറന്നു പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിലധികം പറയാനുള്ളത് കൊണ്ട് ഒരുപക്ഷെ അവർ സൈലന്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു എംറ്റി ആയിട്ടുള്ള ഒന്നുമില്ലാത്തൊരു ഗ്ലാസ്സിലേക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും പകരാൻ പറ്റുകയുള്ളൂ. ഓൾറെഡി ഫില്ലായിട്ടിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുപോലെ എന്തെങ്കിലും അമിതമായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കേൾക്കാതെ ഒരുപക്ഷെ വിഡ്രോ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിലും നമ്മുടെ ഹീലിംഗ് ജേർണി കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം നമ്മളെ ജഡ്ജ്മെന്റ് ഇല്ലാതെ, നമ്മളെ കുറ്റപ്പെടുത്തലുകളില്ലാതെ, അനേകം തിരുത്തുകളില്ലാതെ കേൾക്കാൻ മനസ്സുള്ളവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ എനിക്ക് ആരുമില്ല, എനിക്ക് കേൾക്കാൻ ആരുമില്ല എന്നുള്ളൊരു കാര്യം, അങ്ങനെയുള്ള ചിന്തകളിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തുള്ള പലർക്കും നിങ്ങളെ കേൾക്കാനായിട്ട് പറ്റുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവരെ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളെ കാണുകയും അവരുമായിട്ട് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. താങ്ക് യു.